വെളിപാട് പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിൽ എന്താണ് സ്വർഗം എന്നുള്ളതിൻ്റെ ഒരു ദർശനം വിവരിക്കുന്നു. സ്വർഗത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ വെളിപാട് ഗ്രന്ഥകാരൻ വിവരിക്കുന്നത്. വെളിപാട് ഗ്രന്ഥകാരൻ പറയുക, സ്വർഗത്തിന്റെ വിരി തുറന്നു, സിംഹാസനസ്ഥന്റെ മുമ്പിൽ എല്ലാ ശ്രേഷ്ഠന്മാരും അപ്പസ്തോലന്മാരും കുമ്പിട്ട് വണങ്ങി പ്രാർത്ഥിച്ചു, സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. വെളിപാട് ഗ്രന്ഥകാരൻ സ്വർഗത്തിൽ എന്താണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞത്, സത്യം സത്യമായും നാം ഇവിടെ ഓരോ പരിശുദ്ധ കുർബാനയിലും അനുഭവിക്കുകയാണ് എന്ന സത്യം ഓർക്ക്. വീണ്ടും ആ ശ്രേഷ്ഠന്മാര് ശിരസുയർത്തി കരങ്ങൾ കർത്താവിങ്കലേക്ക് നീട്ടിപ്പറഞ്ഞു, ദൈവമേ നീ പരിശുദ്ധനാണ്, ബലവാനേ നീ പരിശുദ്ധനാണ്, അമർത്യനേ നീ പരിശുദ്ധനാണ് എന്ന്. നമ്മുടെ കുർബാനയിൽ തുടർന്ന് തരുന്ന കീർത്തനം ഏതാണ്? ത്രൈശുദ്ധ കീർത്തനം. ഈ ത്രൈശുദ്ധ കീർത്തനം സ്വർഗത്തിലെ മാലാഖമാരുടെ കീർത്തനമാണ്. അത് ശ്രേഷ്ഠന്മാരുടെ കീർത്തനമാണ്. വെളിപാട് ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി സ്വർഗം ഇന്നതാണ് എന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ, ആ പരിശുദ്ധ കുർബാനയെ നമ്മൾ ശരിക്ക് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും, പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്ത് എന്ന് വെളിപാട് ഗ്രന്ഥകാരൻ പറഞ്ഞത് അതേപടി അനുഭവിക്കാനും ആഘോഷിക്കാനും ആചരിക്കാനും ഭാഗ്യം കിട്ടിയ ഒരു സഭാ സമൂഹമാണ് നമ്മുടേത്. കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വചന ശുശ്രൂഷ. സ്വർഗത്തിൽ വെളിപാട് ഗ്രന്ഥകാരൻ എന്ന് പറഞ്ഞ യോഹന്നാൻ ശ്ലീഹ കാണുന്ന ദർശനമാണ്. കുഞ്ഞാടിന്റെ തുകൽ ചുരുളുകൾ തുറന്ന് വായന ആരംഭിച്ചു. ദൈവവചനത്തിന്റെ പ്രഘോഷണം. അതല്ലേ നമ്മുടെ കുർബാനയിൽ വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈശോയുടെ പരസ്യ ജീവിതമാണ് അവിടെ അനുസ്മരിക്കുന്നത്. തുടർന്ന് നമ്മൾ വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെപ്പിലേക്ക് പ്രവേശിക്കും. എന്താണ് ഈ കാഴ്ചവെപ്പ്? മറ്റ് ആരാധനാക്രമങ്ങളിൽ നിന്ന് നമ്മുടെ കാഴ്ചവെപ്പിനുള്ള വ്യത്യാസം അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശ് മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അച്ഛന്മാര് നമ്മുടെ കുർബാനയിൽ ഇങ്ങനെ കുരിശാകൃതിയിലാണ് കാഴ്ചവെക്കുന്നത്. ക്രൂശിതനായ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെയാണ് അവിടെ സമർപ്പിക്കുക. അന്നേരം നമ്മൾ പാടുന്ന പാട്ട് ഏതാണ്? മിശിഹ കർത്താവിൻ തിരുമയി നിണവുമിതാ പാവന ബലിപീഠേ. നോക്കുക, അതുകൊണ്ടാണ് മറ്റ് പാട്ടുകളൊന്നും കാഴ്ചവെപ്പിന് പാടാൻ പാടില്ല എന്ന് പറയും. ഇതര സഭകളിൽ നമ്മുടെ അധ്വാന ഫലങ്ങളെയാണ് നമ്മൾ കാഴ്ചവെക്കുക. നമ്മുടെ ആരാധനാക്രമത്തിൽ നാം കാഴ്ചവെക്കുന്നത് നമ്മുടെ അധ്വാന ഫലങ്ങളെയല്ല, സ്വർഗത്തിന് ഏറ്റവും പ്രീതികരമായ പുത്രൻ തമ്പുരാന്റെ ശരീര രക്തങ്ങളാകുന്ന അപ്പവും വീഞ്ഞും കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മൾ കുർബാന ആരംഭിക്കുക. അച്ഛൻ കുരിശിൽ നിന്ന് ഈശോയുടെ ശരീരം ഇറക്കിയതുപോലെ ഇതാ താഴേക്ക് അപ്പവും വീഞ്ഞും ഇറക്കി വെച്ചു. എന്നിട്ട് അതിനെ ശോശപ്പ എന്ന് പറഞ്ഞൊരു തുണിയിട്ട് മൂടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ? എന്താണ് ശോശപ്പ ഇട്ട് മൂടുന്നതിന്റെ അർത്ഥം എന്നറിയാവോ? അത് ഈശോയെ സംസ്കരിക്കുക, ഈശോയെ അടക്കം ചെയ്തു. ആ അടക്കം ചെയ്ത സ്ഥലമാണ് അൾത്താരം, ബലിപീഠം. ബലിപീഠം കർത്താവിന്റെ കബറിടമാണ്. ആ കബറിടത്തിൽ കർത്താവിനെ സംസ്കരിച്ചു. എന്നിട്ട് അച്ഛൻ താഴെ ഇറങ്ങി വന്ന് അനുസ്മരണ പ്രാർത്ഥനകളും വിശ്വാസ പ്രമാണവും ചൊല്ലി അനാഫറ ബലിപീഠത്തിൽ വന്ന് ആരംഭിക്കുമ്പോൾ എന്താണ്? ആദ്യ പ്രാർത്ഥന കഴിഞ്ഞ അച്ഛൻ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞു. അത് ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആദ്യത്തെ വാക്യമാണ്. ഈശോ ഉത്ഥാനം ചെയ്തു. ഈ ബലിപീഠത്തിൽ നിന്ന് അവൻ ഉത്ഥാനം ചെയ്തു. ശോശപ്പ മടക്കി വെക്കുന്നത് കാണും അച്ഛൻ. എന്തിനാണ്? ഉത്ഥാനം ചെയ്ത ഈശോ തന്നെ പൊതിഞ്ഞിരുന്ന കച്ചയെടുത്ത് മടക്കി വെച്ചു.
അതിനെയാണ് ഈ ശോശപ്പ മടക്കി വെക്കുന്നതിന്റെ അർത്ഥം. ആളുകൾ വിചാരിക്കും കാസയ്ക്കകത്ത് കൊതുക് കയറാതിരിക്കാൻ വേണ്ടിയാണ് അത് മൂടി വെച്ചേക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവർ, അതൊക്കെ വലിയ രഹസ്യങ്ങളാണ്. ആ രഹസ്യങ്ങളെ നമ്മൾ പഠിക്കണം. വീണ്ടും സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ ഈശോ ഉദ്ധാനം ചെയ്തു. പിന്നെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഏതാണ്? സ്വർഗത്തിൽ സംഭവിക്കുന്നു. ഉത്ഥിതനായ ഈശോ എല്ലാ മാലാഖ വൃന്ദങ്ങളോടും സ്വർഗവാസികളോടും വിശുദ്ധരോടും ചേർന്ന് മനുഷ്യരായ നമ്മോടൊത്ത് പരമപിതാവിന് ബലിയർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ പറയുന്ന എല്ലാ പ്രാർത്ഥനകളിലും സ്വർഗവാസികളുടെ 1000-ങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം അവിടെ പിന്നെ നമ്മളല്ല, നാം എല്ലാവരും സ്വർഗത്തിന്റെ അനുഭവത്തിലാണ്. ഈ പുതുക്കിയ കുർബാനക്രമം മൂലകൃതിയോട് കൂടുതൽ വിശ്വസ്തയോടെ അത് തിരുത്തിയപ്പോൾ സുന്ദരമായ ഒരു പദപ്രയോഗം ഉണ്ട് അതിനകത്ത്. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ. ഈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചേടത്തി, ഈ സിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഈ തൊട്ടടുത്ത് നിൽക്കുന്നവരെ ചൂണ്ടിക്കാണിക്കുന്ന പദമാണ്. അതൊരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണാണ് ഈ കാണുന്നത്, അല്ലേ? നമ്മൾ എന്നാ പ്രാർത്ഥിക്കുന്നത്? കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. ഈ സ്വർഗീയ ഗണം എന്ന് പറഞ്ഞാൽ അച്ഛൻ വിശ്വാസത്തിൽ കാണുകയാണ്, ഈ അൾത്താരയ്ക്ക് ചുറ്റും സ്വർഗം ഒന്നാകെ ഇറങ്ങി നിൽക്കുന്നു. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും സകല വിശുദ്ധരും മാലാഖമാരും സ്വർഗത്തിലെ കോടാനുകോടി വിശുദ്ധ വൃന്ദങ്ങൾ നിരന്നു നിൽക്കുന്ന സഭയിൽ നാം ഈശോയുടെ തിരുശരീര രക്തങ്ങൾ വാഴ്ത്തുകയാണ്. നോക്കുക പ്രിയപ്പെട്ടവരെ, നാം ധ്യാനപൂർവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം നമ്മെ ഇത്രയും ശക്തമായ ഒരു സഭാ സമൂഹമാക്കി വളർത്തുന്നതിൻ്റെ കാരണം നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ്. സിറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ പരിശുദ്ധ കുർബാന ക്രമമാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിത് മനസ്സിലായിട്ടില്ല, പക്ഷെ മനസ്സിലാക്കിയ ഒരാളുണ്ട്. ആരാന്നോ? പിശാച്. അവനിത് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയിൽ തന്നെ അവൻ നമ്മളെ ഭിന്നിപ്പിക്കാനും അസ്വസ്ഥത ജനിപ്പിക്കാനും ഇടവരുത്തി. നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. പിശാചല്ല അവസാനത്തെ ചിരിച്ചിരിക്കുന്നത്, അവസാനം പുഞ്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായിരിക്കും എന്ന സത്യം നമുക്ക് ഓർക്കാം. പത്രോസിനോട് ഈശോ ചില നിർണായക ചോദ്യങ്ങൾ ചോദിക്കുന്നു. പത്രോസിനോട് ഈശോ ചോദിച്ച 4 ചോദ്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും അത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനത്തെ ആഴപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുക. ഒന്നാമത്തെ ചോദ്യം ഈശോ പത്രോസിനോട് ചോദിച്ചത്, ഞാൻ ആരാണെന്നാണ് നീ പറയുക, നിങ്ങൾ പറയുക. ശമയോൻ പത്രോസാണ് അതിന് മറുപടി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സമാപന ദിനത്തിൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഞാൻ നിനക്ക് ആരാണ്? നിന്റെ ജീവിതത്തിൽ നീ എനിക്ക് എന്തുമാത്രം സ്ഥാനം തരുന്നുണ്ട്? നിന്റെ ജീവിതത്തിൽ നീ എന്നെ ആരായിട്ടാണ് ഗ്രഹിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്ന വലിയ ചോദ്യം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ശമയോൻ പത്രോസ് സകലർക്കും വേണ്ടി മറുപടി പറഞ്ഞു, കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഈശോയുടെ ചോദ്യത്തിന് ശമയോൻ പത്രോസിനോട് ചേർന്ന് പത്രോസിന്റെ മക്കളായ, തിരുസഭയുടെ മക്കളായ നമ്മളോടും ഈശോ ചോദിക്കുന്ന ഇതാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയുക? നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ
നിന്റെ ശുശ്രൂഷകളിൽ എനിക്കുള്ള സ്ഥാനം എന്താണ്? പരിശുദ്ധ കുർബാനയെ നാം ആരാധിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കുന്ന ആഴമുള്ള കനപ്പെട്ടൊരു ചോദ്യമാണ്, ഞാൻ നിനക്ക് ആരാണ്? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം ആത്മാർത്ഥമായിട്ട് നാം അഭിമുഖീകരിച്ചാൽ സത്യമായും നമ്മൾ തലകുനിക്കേണ്ടി വരും. പലപ്പോഴും കർത്താവ് നമുക്ക് ആരാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമായി നാം മനസ്സിലാക്കണം. ശമയോൻ പത്രോസ് പറഞ്ഞപ്പോൾ ഈശോ മറുപടി പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല എന്ന്. ഈശോ നിന്റെ ജീവിതത്തിൽ ആരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈശോ നമുക്ക് തരുന്ന രണ്ട് വലിയ ഭാഗ്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, നാം ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭയുടെ സംരക്ഷണ കവചത്തിലാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗ്യം, നരകപിശാചിന് നമ്മെയാകട്ടെ, നമ്മുടെ കുടുംബത്തെയാകട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ആകട്ടെ സ്പർശിക്കാൻ കഴിയില്ല. ശമയോൻ പത്രോസിനെ പോലെ നമുക്കും പറയാം, ഈശോയെ ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. വലതുകരം ഉയർത്തി ഈ സുവിശേഷവാക്യം നാം ഏറ്റുചൊല്ലുകയാണ്. ഈശോയെ, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനോട് ഈശോ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം വളരെ ആഴമുള്ള മറ്റൊരു ചോദ്യമാണ്. നിനക്കും പോകണമോ? ഇതാണ് ഈശോ ചോദിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 65-ാം വചനം. നിനക്കും പോകണമോ? നമ്മളിൽ പലരും തിരുസഭയെ വിമർശിച്ചും വിശ്വാസത്തിന്റെ വഴികളെ അധിക്ഷേപിച്ചും നടക്കുന്നവരാൽ ആകർഷിക്കപ്പെടുന്ന പ്രലോഭനത്തിന് വീണുപോകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, സഭയിൽ നിന്നകന്നാൽ നഷ്ടം തിരുസഭയ്ക്കല്ല, നഷ്ടം ഈശോമിശിഹായ്ക്കല്ല, നഷ്ടം എനിക്കാണ്, എൻ്റെ കുടുംബത്തിനാണ് എന്ന സത്യം ഞാൻ ഗ്രഹിക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുക. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സില് ഈശോ നിങ്ങളെ ക്ഷണിക്കുന്നത് തിരുസഭയാകുന്ന അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ, അതുവഴി ഈശോമിശിഹായുടെ തിരുശരീരത്തിന്റെ ഭാഗമാകാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. സഭയ്ക്കെതിരായ ആരോപണങ്ങളുടെ ശരശയ്യ തീർക്കുന്നവരുണ്ടാകാം. അവരുടെ അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും കേട്ട് സഭയുടെ മഹത്വം നഷ്ടപ്പെട്ടുവെന്നും സഭയ്ക്ക് ഭാവിയില്ലെന്നും സഭയങ്ങ് തീരാൻ പോവുകയാണ് എന്നുമൊക്കെ നിങ്ങളിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, നിനക്കും അവരുടെ കൂടെ വേണമെങ്കിൽ പോകാം. പക്ഷേ ഞാൻ സ്ഥാപിച്ച തിരുസഭയും ഞാൻ ഇതിൽ സ്ഥാപിച്ച രക്ഷയുടെ കൂദാശകളുമൊക്കെയും ഈ ലോകമുള്ള കാലത്തോളം നിലനിൽക്കും, അല്ല നിത്യതയിൽ ദൈവരാജ്യത്തിലും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നാം അകലുന്ന സാഹചര്യങ്ങള്, ചിന്തകള് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതിനെ ഓർത്ത് അനുതപിക്കാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്ന ചോദ്യം ഇതാണ്, നിനക്കും പോകണമോ? മിശിഹ ആരെയും നിർബന്ധിച്ച് ബലമായി പിടിച്ചു നിർത്തുകയല്ല. ശമയോൻ പത്രോസ് സകല മനുഷ്യർക്കും വേണ്ടി, നാം എല്ലാവർക്കും വേണ്ടി, വിശ്വാസത്തെ വിലമതിക്കാൻ മടിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കൂടി ശമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന്
ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിത്യജീവന്റെ വചനങ്ങൾ കർത്താവിന്റെ പക്കലേ ഉള്ളൂ. നിങ്ങളെ വഴിതെറ്റിക്കാൻ അനേകം ഗുരുക്കന്മാരും നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും ഉണ്ടാകാം. പക്ഷേ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം നിനക്കായി കരുതി വെച്ച നിത്യജീവൻ നിനക്ക് പ്രാപിച്ചു തരാൻ ഈ പരിശുദ്ധ സഭയേ ഉള്ളൂ എന്ന സത്യം ശമയോൻ പത്രോസിനോട് ചേർന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഏറ്റുപറയാം. വലതുകരം ഉയർത്തി വിശുദ്ധ പത്രോസിന്റെ ഈ വചനം നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് ഞാൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനോട് ഈശോ ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നിനക്ക് 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരുന്നുകൂടെ? നിദ്രാവിവശനായ പത്രോസ് അന്ത്യത്താഴവേളയിൽ മൃഷ്ടാന്നം ഭക്ഷിച്ചതിൻ്റെയും ആവുന്നതിൽ കവിഞ്ഞ വീഞ്ഞു കുടിച്ചതിൻ്റെയും ആലസ്യത്തില് ഗത്സമൻ തോട്ടത്തിൽ നിദ്രാവിവശനായിരുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, മകനെ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പത്രോസ് കേട്ടപാതി ഉറങ്ങിത്തുടങ്ങി. അവൻ മാത്രമല്ല, കൂടെയുണ്ടായിരുന്ന അപ്പസ്തോലന്മാരും ഉറങ്ങിത്തുടങ്ങി. ഈശോ കഠോര വേദനയാല് തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തഗണങ്ങളായി നിലത്ത് വീഴത്തക്ക വിധത്തിൽ തീവ്രമായ സഹനത്തിൽ പ്രാർത്ഥിച്ചപ്പോഴും അവരുറങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന വേദനകള്, നമ്മെ രക്ഷിക്കാൻ അവൻ ഇന്നും ഓരോ നിമിഷവും അനുഭവിക്കുന്ന ത്യാഗങ്ങൾ വിസ്മരിച്ചുകൊണ്ട് നാം കർത്താവിനെ മറന്ന് അലസരാകുന്നു, ഉദാസീനരാകുന്നു, നിദ്രാധീനരാകുന്നു എന്നത് സത്യമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് നമ്മളോടും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്: 1 മണിക്കൂർ നിനക്ക് എന്നോടൊത്തുണർന്നിരിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും കർത്താവിൻ്റെ ബലിവേദിയിൽ ആ ഇടവകയ്ക്ക് മുഴുവനും വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ചോര ചിന്തി ബലിയർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ 1 മണിക്കൂർ കർത്താവിന് വേണ്ടി നീക്കിവയ്ക്കാൻ നിനക്കാവുമോ എന്നാണ് ആ ചോദ്യം. ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് വഴി പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഉത്തരം പറയുക. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും കർത്താവേ, നിന്നെ കാണാൻ, നിന്നോടുള്ള സ്നേഹമേറ്റു പറയാൻ, നീ തരുന്ന കൃപ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സംവഹിക്കാൻ നിന്റെ പരിശുദ്ധ അൾത്താരയെ സമീപിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ആ ആഴമുള്ള ചോദ്യം, പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂറെങ്കിലും നീ എന്നോടൊത്ത് ഉണർന്നിരിക്കുമോ? ആ ഒരു ചോദ്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയും ഹൃദയത്തിൽ ഉണ്ടാകണം. പത്രോസ് ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ അവന് കഴിഞ്ഞില്ല. പക്ഷെ സമാനമായൊരു സന്ദർഭത്തിൽ പത്രോസ് ഈശോയോട് പറയുന്നുണ്ട്: ഈശോയെ, ആരെല്ലാം നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ സ്നേഹിക്കും, നിന്റെ ഒപ്പം നിൽക്കും എന്ന് പത്രോസ് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. പത്രോസിനത് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സങ്കടകരമായ സത്യമാണ്. പക്ഷേ നമുക്ക് ഈശോയോട് പറയാം: എൻ്റെ ഈശോയെ, നിന്റെ ഒപ്പം നിൽക്കാൻ, നിന്റെ അൾത്താരയോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന്. നമ്മുടെ കുടുംബങ്ങളെ കൃപയിൽ വളർത്തിയ എല്ലാ വല്യപ്പന്മാരെയും വല്യമ്മമാരെയും ഓർക്കുക. അവര് നമുക്ക് വേണ്ടി കൃപയുടെ വലിയ നീർച്ചാലുകൾ വീട്ടിലെത്തിച്ചത്
വിശുദ്ധ അൾത്താരയിൽ നിന്നായിരുന്നു എന്ന സത്യം നമുക്ക് ഗ്രഹിക്കാം. അവസാനത്തെ ഈശോയുടെ ചോദ്യം ഇതാണ്: നീ മറ്റാരേക്കാളും എന്തിനേക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു? അത് വെറുതെ ഭംഗിവാക്ക് പറഞ്ഞാൽ പോരാ. നീ കഴിക്കുന്ന മദ്യത്തെക്കാളും നീ കർത്താവിനെ സ്നേഹിക്കുവോ? അതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. നീ സമ്പത്തിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കുവോ? അതാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം. നീ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കുവോ? നിന്റെ കാര്യങ്ങൾ മാറ്റിവെച്ച് നീ കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുവോ, സമ്പത്ത് ചെലവഴിക്കുവോ, നിന്റെ ജീവിതം വിട്ടുകൊടുക്കുവോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ തടയുന്ന പാപത്തിന്റെ ഒട്ടനവധി ബന്ധനങ്ങൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഹൃദയപൂർവ്വം തിരിച്ചറിയാം. നാം കടന്നു പോകുന്ന പാപത്തിന്റെ, തിന്മയുടെ, പൈശാചികതയുടെ ബന്ധനങ്ങൾ അത് വെറുപ്പിന്റെയും വൈരാഗ്യബുദ്ധിയുടെയും അസൂയയുടെയും കോപത്തിന്റെയും അഹന്തയുടെയും ബന്ധനങ്ങളാകാം, ദ്രവ്യാഗ്രഹത്തിന്റെ ബന്ധനങ്ങളാകാം, ജഡികാസക്തിയുടെ ബന്ധനങ്ങളാകാം, ലഹരി പദാർത്ഥങ്ങളുടെ ബന്ധനങ്ങളാകാം. ഈശോ ചോദിക്കുകയാണ്, എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണ്? സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാല് ആ സ്നേഹത്തിന് വേണ്ടി വില കൊടുക്കാൻ നീ സന്നദ്ധമാണോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നാലാമത്തെ ചോദ്യം നമുക്ക് ഉത്തരം പറയേണ്ട ചോദ്യമാണ്. ഒരു നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞ്, ഞാൻ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് പകരമായി ഈശോയെ മാറ്റി നിർത്തി, ഈശോയെ അവഗണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ്? എൻ്റെ മനോഭാവങ്ങൾ എന്തൊക്കെയാണ്? അവയൊക്കെയും ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നാണ് ഈശോ ചോദിക്കുക. എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ ഇവ ഉപേക്ഷിച്ച് ആ സ്നേഹത്തെ വെളിപ്പെടുത്തുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കർത്താവ് 3 വട്ടം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണത്. യോനായുടെ പുത്രനായ ശമയോനെ എന്ന് വിളിക്കുന്നത് നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് ചേർത്ത് നമ്മുടെ പേര് വിളിച്ച് ഈശോ ചോദിക്കുകയാണ്, എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവയെല്ലാം ഉപേക്ഷിക്കാൻ നീ സന്നദ്ധമാണോ എന്ന്. ശമയോൻ പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ സന്നദ്ധനാണ്. വലതുകരം ഉയർത്തി വചനമേറ്റ് പറയാം, കർത്താവേ, ഞാൻ സന്നദ്ധനാണ്. അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തെ ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ, നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ, നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടി